ഇപ്പോൾ പോകുന്നത് സെൻട്രൽ ജയിലിലേക്കാണ്. ഇത് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി. വലതുവശത്ത് കാണുന്നത് ലേഡീസ് സെൻട്രൽ ജയിലാണ്. പുറമേ ജയിലാണെങ്കിലും അകത്ത് കയറിയാൽ ഒരു ബ്യൂട്ടി പാർലർ. മലയാളം ഉൾപ്പെടെ ധാരാളം സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള ലൊക്കേഷനുകളിലൂടെയാണ് പോകുന്നത്. ഇത് ചോർ ബസാർ. മുംബൈയിലെ പ്രസിദ്ധമായ മാർക്കറ്റാണ് ചോർ ബസാർ. ചോർ ബസാർ അതേപടി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. ചോർ എന്ന് പറഞ്ഞാൽ കള്ളൻ. മുംബൈയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് ചോർ ബസാറിൽ നിന്ന് തിരികെ വാങ്ങാം എന്നൊരു പറച്ചിലുണ്ട്. ശരിക്കും ഷോർ ബസാർ എന്നായിരുന്നു മാർക്കറ്റിൻ്റെ പേര്. ബ്രിട്ടീഷുകാർക്ക് ഷോർ എന്ന് പറയുവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരത് ചോർ എന്നാക്കി മാറ്റി. പിന്നെ പറച്ചിൽ അറം പറ്റുകയായിരുന്നു. മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ അവിടെ വിൽപ്പന തുടങ്ങി. മാർക്കറ്റിൽ നടക്കുന്ന സംഘടനകളും ഗാനരംഗങ്ങളുമെല്ലാം ഇവിടെയാണ് ചിത്രീകരിക്കുന്നത്. ഈ വീടുകൾ കേരളത്തിലെ വീടുകളുടെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ലൊക്കേഷൻ എന്നാണ് ഫിലിം സിറ്റിയിലെ ഈ ഭാഗം അറിയപ്പെടുന്നത്. മലയാളം തമിഴ് സിനിമകളിൽ ആവശ്യമനുസരിച്ച് ഓഫീസുകളായോ ഷോപ്പുകളായോ ഒക്കെ ഈ ഭാഗങ്ങളാണ് ഉപയോഗിക്കുക. കെട്ടിടങ്ങളുടെ എല്ലാം മുൻഭാഗം മാത്രമേ ഉള്ളൂ. വലതുവശത്ത് കാണുന്നത് രാമോജി ഫിലിം സിറ്റിയിലെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ്. ഇത് ETV ചാനലിൻ്റെ പ്രക്ഷേപണ കേന്ദ്രമാണ്. രാമോജി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ടെലിവിഷൻ ചാനൽ. വലതുവശത്ത് കാണുന്ന ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ സെറ്റാണ്. ഫിലിം സിറ്റിയുടെ തന്നെ ബസ്സിലാണ് യാത്ര. ഈ കാണുന്നത് രാമോജി ഫിലിം സിറ്റിയിലെ ഇൻഡോർ ഷൂട്ടിംഗ് ബിൽഡിംഗ്. ഇതാണ് സെൻട്രൽ ജയിൽ. കൂറ്റൻ മതിലുകൾ, മതിലുകൾക്ക് മുകളിൽ മുള്ളുകമ്പികൾ. പല സിനിമകളിലും കണ്ടിട്ടുള്ള ജയിൽ സിനിമ സെറ്റ്. മുംബൈ സെൻട്രൽ ജയിലിൻ്റെ മാതൃകയിലാണ് ഈ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ചില സിനിമകളിൽ ഇത് ചെന്നൈ സെൻട്രൽ ജയിലായി മാറും. കവാടത്തിൽ വെച്ചിരിക്കുന്ന ബോർഡ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. 2000-ലാണ് ഈ സെറ്റ് നിർമ്മിച്ചത്. ചിത്രീകരണ സമയത്ത് ജയിലിനുള്ളിലെ പ്രതിമകൾ മാറ്റി അവിടെ നടന്മാർ നിൽക്കും. ഒറിജിനൽ ജയിലിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുമുണ്ട്. ഫിലിം സിറ്റിയിലെ മറ്റൊരു സെറ്റിലേക്ക് യാത്ര തുടർന്നു.